ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഗൈസ്, നോക്ക്, പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പെരുന്നാൾ ദിവസമാണ്. മീ ആൻഡ് യാര ടുഗെദർ. യാര ബേബി ഇങ്ങോട്ട് നോക്ക്, ചിരിച്ചെടുക്ക്. ഗൈസ്, അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, യാര പറഞ്ഞു കൊടുക്ക്. ഞാനും യാര ഇന്ന് ഗൈസ് ഒറ്റക്കാണ്. ഹിബ ഇല്ലാതെ ഞാൻ ആരാണെന്ന് നോക്കണം. അതാണ് ഇന്നത്തെ ടാസ്ക്. കുറച്ച് നേരത്തേക്ക് കിട്ടോ അല്ലേ? അടച്ചോനെ, പോവാ. ഇത് നടക്കും തോന്നുന്നില്ലട്ടാ. ഒന്ന് ചിരിച്ചാളാ. ഞാൻ ഈ ആരും കൂടി ചില്ല ചെയ്തോണ്ട് ഹിബനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഹിബ വന്നിട്ട് വേണം. ഹിബന്റെ എന്തൊക്കെയോ പരിപാടികളാണെന്നുള്ളത്. അപ്പൊ എന്താന്ന് ഹിബനോട് ഒന്ന് ചോദിച്ചറിയാം. പിന്നെ അതേപോലെ തന്നെ മമ്മീന്റെ ഉത്സിത പ്രവർത്തികളാട്ടോ. അതൊക്കെ കണ്ടോ, ആ ഗേറ്റ് ഒന്ന് തുറക്കാൻ പോലും കഴിയില്ല ഗൈസ്. അതിന്റെ മേലെ വരെ തുണി വിരിച്ചിടും ഗൈസ്. നമുക്ക് നല്ല തലയിലുള്ള സാധനവും ഇന്ന് പുതിയ ഫ്രോക്ക് ഇട്ടതാട്ടോ. ഓളെ മൂത്താപ്പ വാങ്ങിക്കൊടുത്ത ഫ്രോക്കാണ്. അതായത് നമ്മളെ ഫലക്കിന്റെ വാപ്പ അല്ലേ? ഇത് അടിപൊളി ഉടുപ്പാണ്. ആ ഗൈസ്, അല്ല ഈ വള അപ്പ വാങ്ങി കൊടുത്താന്നട്ടോ ഓള് പറഞ്ഞ. ഇത് ഗൈസ്, ഇത് ഇവള് ഫലക്കിന് ഇവൾക്ക് ഗിഫ്റ്റ് കൊടുത്താ ഫലക്ക്. പക്ഷെ ഓളെ എന്റെ കസ്റ്റഡിയിലാ ഉണ്ടാവല്ലേ അല്ലേ? ഇപ്പൊ വാങ്ങി കൊടുത്താ അല്ലേ? എന്നാ ഒന്നേക്ക് പച്ചി വെച്ചോളാം. ഇത് യാരണ്ട കേട്ടോ. ഓക്കെ ഗൈസ്. അടച്ചോനെ, മെല്ലെ. അല്ലാ മോനെ, ഭയങ്കര സ്നേഹിക്കലാ ഗൈസ്. ഞമ്മണ്ടരുത് കേട്ടാ. ചെണ്ടക മുട്ടുന്നുണ്ട്. ഇതാണ് ചെണ്ടക മുട്ട്. അത് ശരി. ഇത് ഇന്നലെ ഇട്ട ഡ്രസ്സല്ലേ? ഇത് ഇപ്പോഴും മാറ്റിയില്ല. ഇതാരാ വരുന്നത്? മൈ ഗോഡ് ഗൈസ്, ഇതാരാ? നമ്മളെ സന്തൂർ മമ്മിയോ ഗൈസ്? സന്തൂർ മമ്മി. ഓ മൈ ഗോഡ്. മോളെ ഇന്നെ ഏൽപ്പിച്ചിട്ട് എങ്ങോട്ടാണാവോ പോണത്? ഗൈസ്, അപ്പൊ ഇന്ന് അയ്യോ അപ്പി എങ്ങോട്ടാ പോണേ? നിക്കിട്ട് അപ്പി തുടച്ചിട്ട് പോയാ മതിയേ ഗൈസ്. അപ്പിട്ട് ഉറപ്പാണ് നമ്പർ 2 ആണെന്നുള്ള. ശരിയാക്കിയോളൂ. ഇത് ആ കൂരി വെച്ചാവാ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ഈ ജസ്റ്റ് ഇതൊന്ന് മാറ്റിയാൽ മതി. പണി കിട്ടി ഗൈസ്. ഇതാണ് സീന്. ഓക്കെ, എന്താ ചെയ്യാ? പാവ ഹിബ, നമ്മള് പാവ യാരൊക്കെ പിന്നെ ബാത്റൂമിലൊക്കെ പോണ്ടേ അല്ലേ? നമുക്ക് കട്ടൻ ചായ ഒന്നും കുടിക്കാൻ കഴിയില്ലല്ലോ അല്ലേ യാര? നമ്മക്കിട്ട് പണിയെടുത്ത് ഇപ്പൊ അങ്ങനെ പുറത്തേക്ക് പോകുന്നു. അപ്പൊ യാര പണി കൊടുത്തു. 2 പണിയാ കൊടുത്തത്. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ പോവുകയാണ്. എങ്ങോട്ടാന്നൊക്കെ ഞാൻ തിരിച്ചു വരുമ്പോ മനസ്സിലാവും. പിന്നെ ഒരു കൂതർ ലുക്ക് അല്ലേ? തിരിച്ചു വരുമ്പോ ഞാനൊരു ഭയാനക കൂതർ ലുക്ക് ആയിട്ട് വരും അല്ലേ വസി? ഓരോ പണിയായിട്ട് വന്നിക്ക മനുഷ്യനടുത്തൊക്കെ. യെസ്, അപ്പൊ കോഴിക്കോടിന്റെ നടുക്കെത്തിയിട്ടുണ്ട്. ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്ഥലത്ത് തന്നെ പോവാല്ലേ? അല്ലെങ്കിൽ എവിടേക്കൊക്കെ പോവാ? ഇന്നെ അടിപൊളിയാക്കാനുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും. ഞാൻ പറഞ്ഞില്ല എന്നോട് പൊന്നുകൂടത്തിന് പൊട്ടിന്റെ ആവശ്യമില്ല. നമുക്ക് ഒരു ബ്യൂട്ടി പാർലറിന്റെ ആവശ്യമില്ല. ഞാനപ്പോ പൊന്നുകൂടാണ് അല്ലേ? എന്നാലൊരു പൊട്ടും കൂടി കണക്കട്ടെ. സെറ്റ് അല്ലേ? പിന്നെ അതുപോലെ ആരെ മോളവിടെ മൂത്തമ്മന്റെ കയ്യിലാട്ടോ. മൂത്തമ്മ അവിടെ ഉണ്ട്. മൂത്തമ്മനെ കാണിക്കില്ല കേട്ടോ. ഇല്ല, മൂത്തമ്മനെ കാണില്ല. അപ്പം യാരമോള് മൂത്തമ്മന്റെ കയ്യിലുണ്ട്. കിടന്ന് ഉറങ്ങാണ്. അപ്പൊ എനിക്കൊരു കമ്പനിക്ക് ഞാൻ മൂത്തമ്മനെയും കൂട്ടി രണ്ടാളും കൂടി ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ്. അതാ സംഭവം. അതെ, ഇവരൊക്കെ മുടീന്റെ മേലെ കയറ്റുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സെന്റ് സ്ഥലം വാങ്ങാം. ആണോ? ഞാൻ ഇപ്പൊ തരാ സ്ഥലം. പൈസ സ്ഥലം വാങ്ങി കാണിച്ചു. സാധാരണ മുടിയിൽ വല്ല താളിപ്പൊട്ടി ഇട്ടിട്ട് കഴിക്കാൻ മതി.
ഇത് സ്പാ മറ്റേന്ന് പറഞ്ഞിട്ട് പോവും. കെരാട്ടിന് ആരെ ഈ പറയുന്നത്? ഫസിക്കൊക്കെ ഓരോ ദിവസം കൂടുമ്പോ മുടി കെട്ടിട്ട് ഇങ്ങനെ അവിടെ പോയി ഹെയർ മസാജ് ഹെയർ ലോസ് ഉണ്ടായതിനെ ഞാൻ മുടി സ്റ്റൈലൊക്കെ എല്ലാ നമ്മളൊരു കൊല്ലത്തില് പോകുമ്പോഴത്തേക്കും കണക്കാ. അതുപോലെ യാരമോളെ നോക്കണേ, ബേബി സിറ്റർ ആയിട്ട്. അതെ, പാല് ഇന്ത്യയിൽ ഇല്ല കേട്ടോ, വേറെ കാര്യം. പാൽ സിറ്റിങ് വേറെ തന്നെ, മിൽക്ക് ബ്രേക്ക് നടക്കും. ആ ഗൈസ്, അപ്പൊ നോക്ക്, ഇന്ന് പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോ ഒരു ഷോപ്പ് പോലും ഇല്ല, എല്ലാം അടിച്ചിട്ടാണ് അല്ലേ? എക്സെപ്റ്റ് ബ്യൂട്ടി പാർലർ. ബ്യൂട്ടി പാർലർ ഏതാണ് ആ പച്ച ബോർഡുള്ള ബ്യൂട്ടി പാർലർ? ഇവിടുന്ന് ബെൻസൊക്കെ ആണല്ലോ ഇറങ്ങി വരുന്നത്. ദൈവമേ, ഇവിടെയുള്ള ആൾക്കാർ കുറച്ച് പ്രീമിയം ആൾക്കാരാ അവിടെ വരല്. അയ്യോ, ഒന്ന് നമ്മള് വീട്ടിന്റെ അടുത്തില്ലേ, താത്ത അടുത്ത് അവിടെ പോയാ പോരേനോ? ഞാന് കൊറേ കാലമായി ഇവിടെ പോണം വിചാരിക്കുന്നു. കുറച്ച് പ്രീമിയം കുറച്ച് റോസ് പൗഡർ ഒക്കെ വാങ്ങി അങ്ങ് ഇട്ടാ പോരെ. പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. കുട്ടിയെടുത്തോ കേട്ടോ ഹിബ, മോളെടുത്തോ. എന്തേ വേണ്ട ഗൈസ്, ഇവരെല്ലാരും പോവാണ്. കുട്ടീനെ ഞാൻ നോക്കണം ഇത്തിരി നേരം. ഉള്ളില് AC-ല് ഇരുന്നാ മതി. ഞാൻ കുറച്ച് വിളിക്കടോ. ഫോൺ എടുക്കണം, എന്റെ ഫോൺ എന്തായാലും എടുക്കണേ. ഞാൻ എപ്പോ വിളിച്ചാലും എടുക്കണം കേട്ടോ. ഫോൺ എപ്പോ വിളിച്ചാലും എടുക്കണം, സൈലന്റ് ആക്കി ഇടരുത് കേട്ടോ. ഓക്കെ, ഈ ബ്യൂട്ടിനെ ഒന്ന് പിടിച്ചാ ഗൈസ്, ഇത്രയും നേരം എന്നാ പോയിക്കോ. എത്ര മിനിറ്റ് എടുക്കോ? ഞാൻ ഫോൺ എടുക്കണേ, പാല് എടുക്കാനാ കേട്ടാ. ഓക്കെ. മൈ ഗോഡ് ഗൈസ്, പണി പാളി. പാല് കൊടുത്ത് പോണോ? പാല് കൊടുത്ത് പോയാൽ ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി കിട്ടും, അല്ലെങ്കിൽ ഞാൻ വിളിക്കും. ഞാൻ കൊടുക്കാം. ഈ വളക്കാരാണ് ഗൈസ് ബ്യൂട്ടി പാർലർ. ഗൈസ്, ആദ്യമായിട്ടാണ് ഹിബല്ലാതെ ഞാൻ കുറച്ച് മണിക്കൂറെങ്കിലും നോക്കാൻ വേണ്ടി പോണേ. രണ്ടാളും ഇങ്ങോട്ടൊക്കെ പോകണ്ടിട്ടാ. ഓ സന്തോഷം, ഞാൻ പോയിക്കോളി രണ്ടാളും. ഇതെന്താ? ആ ഓക്കെ, എന്നാ ഞാൻ പോയി ചെയ്തു വരും ഗൈസ്. അപ്പം ഈ ആരോ ഉറങ്ങാം കേട്ടോ. എനിക്ക് വന്ന ഒരു 2 മണിക്കൂറിൽ എടുക്കും, ഷുവർ ഷോട്ടാണ്. അതുവരെ ഞാൻ നോക്കണം. ഇപ്പം തന്നെ വായിൽ കൈയിടാൻ തുടങ്ങിയിട്ടുണ്ട്, അതായത് വിശക്കുന്നുണ്ട് എന്നർത്ഥം. നോക്ക്, എന്താ? ഓ അല്ല, കണ്ണു തുറന്ന് പഠിച്ചോനെ. ഓ യാര ബേബി, ഉറങ്ങിക്കള യാരാ. എന്താണ് അപ്പം എന്നെയും എൻ്റെ മോളെയും തനിച്ചൊക്കെ നമ്മളെ ഹിബ ബ്യൂട്ടി പാർലറിലേക്ക് പോയിരിക്കുകയാണ്. ഹെയർ സ്പാ ചെയ്യാനാണ് പോയത്. അപ്പോൾ അതുവരെ ഞാനും ബേബിയും ഇവിടെ പോസ്റ്റാണ്. അപ്പോൾ ഞാൻ AC ഒക്കെ ഓഫാക്കിയിരിക്കുക കേട്ടോ. നമുക്ക് AC കുറേ കൊണ്ടാലും ശരിയാവില്ല. അപ്പോൾ ഞാൻ ഗ്ലാസ്സൊക്കെ തുറന്ന് ഞാൻ ഇരിക്കുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാണ്. പാവാണ്, ഉറക്കിയിട്ടാണ് പോയത് ഹിബ. പാലൊക്കെ കൊടുത്ത് എനിക്ക് എത്ര പാല് കിട്ടിയാലും മതിയാവില്ല, അതാണ് കോമഡി. ഞാൻ ആദ്യമായിട്ടാണ് ഹിബ ഇല്ലാതെ നോക്കുന്നത്. എപ്പോഴും ഹിബ എൻ്റെ കൂടെ ഉണ്ടാവും. പുറത്ത് വന്നിട്ട് ഹിബ ഇല്ലാണ്ട് ആദ്യമായിട്ടാണ്. ഈ സായകുട്ടീൻ്റെ ഒപ്പം ഞാൻ കളിച്ചോണ്ട് കേട്ടോ. ഇതുവരെ ഒരു പ്രശ്നമില്ല. അവൾക്ക് വലിയ തണുപ്പൊന്നും വലിയ ഇഷ്ടമല്ല. തണുപ്പ് ഉണ്ടെങ്കിലാണ് അവൾ കുറച്ചുകൊണ്ടിരിക്കുക. അവൾക്കൊരു നമ്മളൊരു കറക്റ്റ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, 36 അല്ല 32 ഡിഗ്രി, അതിൽ ഇവള് സെറ്റാ. അല്ലാഹു അക്ബർ. നീച്ചോ എന്താണ് കിട്ടിയടി ഇറങ്കാളിട്ടോ, ഇറങ്കാളെ അമ്മ ഇപ്പൊ വരും കേട്ടോ. എത്ര പാല് കുടിച്ചാലും ഉറക്കില്ല അല്ലേ? പിന്നെ ബേബിക്ക് വേണ്ടി എല്ലാ ഐറ്റംസും ഇതിൻ്റെ ഉള്ളിലോ ഈ ബാഗിൽ കണ്ട ഇവിടെ തുണി ഉണ്ട്. എല്ലാ ഐറ്റംസും തന്നിട്ടാണ് പോയത്. തുണി, പിന്നെ വെറ്റ് വൈപ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വെയിലടിച്ചാൽ വെക്കാനുള്ള സാധനങ്ങൾ. പിന്നെ ഈ ബാഗിൽ എന്തൊക്കെയോ ടവലും കുറേ ഐറ്റംസ് ഇതിലുണ്ട്. എല്ലാ സാധനങ്ങളും തന്നിട്ടാട്ടോ വീട്ടെ. ഒരു സാധനം കൂടി ഉണ്ട് എന്നുള്ളത്, അതവിടെ പോയി. ഇവിടെ ഉണ്ട് ആ സാധനം. ഐ തിങ്ക് ഇത് പിന്നെ ഫീഡിങ് പില്ലാണ്. ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് ഹിബക്കാണ് ആവശ്യം. ഞാൻ കാറിൽ AC വിട്ടപ്പോൾ കുറച്ച് നേരം AC ഓണാക്കിയിട്ടോ, ഭയങ്കര ചൂട്. എപ്പോഴാണോ ഹിബ വരാം? കുറച്ചേരം ഞാനും കിടന്നാലോ? പറഞ്ഞോളി. കരിയൊന്നുമില്ല, നമ്മളെ മോളങ്ങനെ കരിയൊന്നുമില്ല. എന്താ എന്റെ തുടങ്ങിയോ? എന്റെ തുടങ്ങിയില്ല. ഓക്കെ ഞാൻ ചെയ്തോളൂ. ശരി ഗൈസ്, അപ്പൊ തല കഴുകി എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം ഇവിടെ
തുപ്പൽ ഗൈസ്. അതായത് നമ്മൾ എങ്ങനെ പോയാലും ഒരു 3 മണിക്കൂർ ഒക്കെ മാക്സിമം കരയാണ്ടൊക്കെ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല 3 മണിക്കൂറൊക്കെ ഇപ്പോൾ കിട്ടുന്നത്. 2 മണിക്കൂർ കൂടുമ്പോൾ ഹിബ ഫീഡ് ചെയ്തുകൊണ്ട് നിൽക്കല. അപ്പോൾ എല്ലാ ദിവസവും ഇനി കുറച്ചേരം കിടന്ന് ഉറങ്ങാം കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഹിബ വരുള്ളൂ. അയ്യോ ഞാനാണെങ്കിൽ ചോറും തിന്നിട്ടില്ല ഗൈസ്. ഭയങ്കര വിശപ്പ്. എന്താണോ ചെയ്യാം. അവിടെ നിന്ന് എണീക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകും. ഇനി പുറത്തേക്ക് കൊണ്ടായി എപ്പോൾ കണ്ണുറക്കും. കണ്ട ഗൈസ് ഉറങ്ങുന്നത് ഗൈസ് ഒരു രക്ഷയില്ല. ഇവിടെ എണീക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്കൊന്ന് പുറത്തിറക്കാം. ബിക്കോസ് കുറേ നേരമില്ല കാറിലിരിക്കണേ. ഇനി ഒന്ന് കുറച്ച് ഫ്രഷ് എയർ കൊടുക്കാം ഗൈസ്. അപ്പം നമ്മൾ പുറത്തേക്ക് എത്തിട്ടോ. പുറം ലോകം നോക്കൂ. ഏറെ പുറം ലോകത്തെത്തി. നല്ല സുഖമായിട്ട് ഉറങ്ങാം കേട്ടോ. ഞാനും യാരെയും അങ്ങനെ ഹിബക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ തെങ്ങുകളൊന്നും തേങ്ങാക്കൊലകളൊന്നും ആടുന്നില്ലല്ലോ യാരാ. കാറ്റില്ല കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ബീച്ചിൽ പോകേണ്ടി വരും. എന്താ ഓർത്ത് ഗൈസ്. നമ്മൾ ഹിബക്കെ ദേഷ്യം പിടിച്ചാലൊരു പരിപാടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കണം. അത് പൊളിക്കും. അതേപോലെ തന്നെ ഗൈസ് ഹിബൻ്റെ അച്ചട്ട് കിട്ടിയിട്ടുണ്ട്. ഇല്ല ഇനി നമുക്കൊന്ന് വാക്ക് പോയിട്ട് വരാം. ഒരു വാക്കൊക്കെ പോയിട്ട് വരാം കേട്ടോ ഗൈസ്. രണ്ട് സബ്സ്ക്രൈബർ പെൺകുട്ടികളൊക്കെ വന്നിട്ട് നമ്മളെ എടുത്തിട്ടൊക്കെ പോയി. ചെയ്യാനാ എന്നിട്ട് എണീച്ചിട്ടില്ല കേട്ടോ. കടവുള് ഗസ് ഞാൻ ചൂടെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. നല്ല AC ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പക്ഷെ ഒരു രക്ഷയില്ല. നമ്മൾ എണീക്കും. നമ്മൾക്ക് ആ നല്ല തണുപ്പുള്ള AC കിട്ടിയിട്ടേ നമ്മൾ ഉറങ്ങണില്ല. അതിനെ വേണ്ടി പുറത്ത് തന്നെ നമ്മളായിട്ട് നടക്കുള്ളൂ. ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കണം. അപ്പോൾ അവൾ ഉറങ്ങുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നല്ല സുഖം ഉണ്ടായിരുന്നു ഇരിക്കാൻ. നോ രക്ഷ. അപ്പോൾ ഇതിന് 30 കണ്ണൊക്കെ തുറന്നു. നല്ല ദാഹം ഗൈസ്. നമുക്ക് വല്ല ചായ ലൈമോ ഇവിടെ എന്തോ ഉണ്ട് തോന്നുന്നു. നോക്കി നോക്കാം ഇതിലേക്ക് കിട്ടുമെന്ന്. ഒടുക്കത്തെ ദാഹം കേട്ടോ. എനിക്കാണെങ്കിൽ ഇവിടെ എവിടെ വെക്കാനും കഴിയില്ല. ഇവിടെ എന്തോ ഉണ്ട്. ഇവിടെ നിന്ന് ചായ അടിക്കാം. ഓക്കെ ഗൈസ് നമുക്കൊരു സർബത്ത് കുടിക്കാം. ഇവിടെ നല്ല സർബത്തുണ്ട്. അപ്പോൾ അത് കുടിക്കാമല്ലോ. അതിന് ബ്ലോക്കായി. ലൈസ് ബൂസ്റ്റ് എന്താ വെച്ചാൽ പോരട്ടെ ഭാസ്കര. അവിടെ ഇരിക്കാനും സ്ഥലമുണ്ട്. ഗൈസ് അപ്പോൾ ഒരു സർബത്ത് പിടിച്ച് നമ്മളോടെ ലൈസ് എടുക്കാം. ഓക്കെ അപ്പം ഞാനും യാരും കൂടിയും ഒരു സർബത്തും 2 ലൈസ് അതായത് പാർലേൻ്റെ എന്തോ ഒരു സാധനമൊക്കെ വാങ്ങി. എത്ര നേരമായി ഗൈസ്. രക്ഷയില്ല കേട്ടോ. കുറേ നേരമായി ഗൈസ് ഇത് പോയിട്ട്. ഇപ്പം നമ്മളെന്തൊക്കെ ഇപ്പം ചെയ്ത്. ഞാൻ യാരൻ്റെ പേരെ കുറേ നടന്ന് എൻ്റെ മനസ്സിലൊക്കെ വേദനയായി ഗൈസ്. വേർത്ത് കുളിച്ച് മേൽ ഫുള്ള് വേർത്തിരിക്കാം. കണ്ട AC ഇട്ടാലും അപ്പം എണീക്കും. ഇതാണ് ഞാൻ AC കണ്ട. ചൂടത്താണ്. ഇവൾക്ക് ചൂട് ഭയങ്കര ഇഷ്ടം. എന്താ അറിയില്ല. വയറ്റിൻ്റെ ഉള്ളിൽ നല്ല ചൂടാ തോന്നുന്നില്ലേ. അടച്ചവനെ കയ്യൊക്കെ വയലിട്ടുണ്ട് കേട്ടോ ഗൈസ്. മിക്കവാറും പാല് കൊടുക്കാനുള്ള സമയമായി. ഇവനെ വിളിക്കേണ്ടി വരും. രക്ഷയില്ല. ഒരു ലൈസൊക്കെ വാങ്ങിയിട്ടൊന്ന് ആസ്വദിച്ച് തിന്നാന്ന് വിചാരിച്ചേനെ. അപ്പോത്തിന് എണീച്ചു. ഉണ്ട കണ്ണും തുറന്ന് കിടക്കണ്ട് ഗൈസ്. നമുക്ക് മോളെ ഉറങ്ങും. മോളെ ഉറങ്ങിക്കോ. മമ്മ മുടി സ്ട്രൈറ്റ് ചെയ്യാനോ എന്തിനോ പോയതാ മോളെ. ഇപ്പോഴൊന്നും വരില്ല കേട്ടോ. ആര് ബേബി മോനെ കരിഞ്ഞ്. ഓക്കെ വിളിക്കാം. ഹിബനെ വിളിക്കാം കേട്ടോ ഗൈസ്. പണി പാളി. ഞാൻ പറഞ്ഞു നല്ല കാര്യം. ഓക്കെ ഗൈസ് എന്നാലും ശരി. ഞാൻ ഹിബന്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ ഒരു രക്ഷയില്ല. ഒരു 5 മിനിറ്റ് കൂടി ഹിബന്റെ കഴിഞ്ഞിക്കണേ മുടി ഉണങ്ങാൻ നിൽക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി നോക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. എനിക്ക് തോന്നുന്നില്ല എന്നെ കൊണ്ടാവുന്നു. സതീശ അല്ലോ നല്ല ചവിട്ടാ. നെഞ്ചത്ത് ചവിട്ടണ്ട. നോക്ക്. ഓക്കെ ഗൈസ് ഞാനൊരു 10 മിനിറ്റ് പുറത്തൊക്കെ ഇറക്കട്ടെ. പുറത്തിറങ്ങിയപ്പോൾ മാറിട്ടോ. അതാണ് AC ഉണ്ടായിട്ടാ ഈ കാരന്. നോക്ക് സ്വന്തം മോളെ
പാല് പോലും കൊടുക്കാതെ ഭർത്താവിന്റെ കയ്യിലാക്കിയിട്ട് അവൾ ഫാഷൻ ചെയ്ത് നടക്കുകയാണ്. തല ചൊറിഞ്ഞിട്ട് ഒരു കൊല്ലായോ ഒന്ന് നോക്കി ഇന്റെ മോളെ ഞാൻ നോക്കിയത് നോക്ക്. ഇപ്പൊ എണീച്ച് കരിഞ്ഞതാ, പെട്ടെന്ന് വീണ്ടും ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോ. ഓക്കെ ഗൈസ്, അപ്പൊ അങ്ങനെ മിഷൻ എൻസായി. ഞാൻ പുറത്തുപോയി സർവത്തൊക്കെ കുടിച്ചു വന്നു. ആ ഇവിടെ ഒരു സർവത്ത് പീടിയാണ്, അവിടെ പോയി സർവത്ത് കുടിച്ചു വന്നു. എന്താ ചെയ്തേ? കുളിക്കേ അതിനാ സ്പാ എന്ന് പറയാ? ഇന്നോട് പറഞ്ഞാ പോരേനോ, ഞാൻ ചെയ്തു തരില്ലേ. എത്ര പൈസ അതിന്? 1800. ഓ മൈ ഗോഡ്, അത് എനിക്ക് തരണേ, ഞാൻ കുളിപ്പിച്ചു തരില്ലേ. നല്ല ഉറുപ്പ്യന് നല്ല ക്ലിനിക് പ്ലസ് വാങ്ങി ഞാൻ ഷാമ്പൂ എന്താ ഡാർജിലിംഗ് സുന്ദരി കുളിപ്പിച്ചത്? ഓഹോ, കുളിപ്പിക്കാനും സുന്ദരികൾ. ഇവന്റെ ടൈം ബെസ്റ്റ് ടൈം. എന്നാ പിടിക്ക് എന്നാ മോളെ, എന്റെ അമ്മ വന്നു കേട്ടോ. നീ കുറച്ചൊരു അങ്ങോട്ട് പോയിക്കോ. എത്ര നേരമായി എന്നറിയാം ഞാൻ നോക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും വാപ്പി മോള് നല്ല അടിപൊളിയായിട്ട് നിന്ന്. പോണ വഴിക്ക് നല്ല ബിരിയാണി ഒക്കെ തിന്നണം. ബാക്ക് ടു ഡിഫോൾട്ട് ആയില്ലേ? എങ്ങനെയുണ്ട്? നല്ല സുഖം ഉണ്ടായിരുന്നല്ലോ 1 മണിക്കൂർ അല്ലേ? സുഖത്തിൽ ഇത്ര സുഖം മതി, സുഖം കൂടിപ്പോണ്ട. പിന്നെ കഷ്ടപ്പെടുത്തി അപ്പൊ എന്തായാലും ഇതായിരുന്നത് വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാം. ബെല്ലൈക്കൺ